ഇവിടുത്തെ കിളിയുടെ ബീജം ഒരു രക്ഷയില്ല മച്ചാന്മാരെ, വേറെ ലെവല് തന്നെ. എന്തായാലും വെറൈറ്റി ആയിരുന്നു കേട്ടോ ഈ കാണുന്നത്. തേയിലത്തോടെ നടുക്കായിട്ട് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് മൂന്നാർ താമസിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് മൂന്നാറിലേക്കാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത് 8ാം ഭാഗമാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു 3 ഹോം സ്റ്റേ റിസോർട്ടാണ് നമ്മുടെ മൂന്നാർ ചിത്രപൂരത്തുള്ളത്. ആക്ച്വലി ഈ ചിത്രപൂരത്തിൽ നിന്ന് നേരെ 8 കിലോമീറ്റർ 10 കിലോമീറ്ററോളം ദൂരമേ ഉള്ളൂ നമ്മുടെ മൂന്നാർ ടൗണിലേക്ക്. അപ്പോൾ പക്കലാം. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നാർ റോഡാണ്. അടിപൊളി റൂട്ടാണ്, നല്ല കിടിലൻ കാഴ്ചകളൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. പക്ഷേ നമ്മുടെ എളമ്പളശ്ശേരി മാമലക്കണ്ടം പോകുന്ന റൂട്ടിൽ കിട്ടുന്ന ഭംഗിയൊന്നും ഈ റൂട്ടിലില്ല. എന്തായാലും അതൊരു അടിപൊളി റൂട്ടാണ്. നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണുമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഇതാ ചിത്രപുരം ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ആ റിസോർട്ടിലേക്കുള്ള പോക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 3 റിസോർട്ട് കാണിച്ചു തരാം. ആക്ച്വലി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഷൂട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് പുറമേ മാത്രം ഷൂട്ട് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ ലക്ഷ്മി എസ്റ്റേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ആ കാഴ്ച കാണാം. പിന്നെ ഈ പോകുന്ന റോഡ് കണ്ടീഷൻ വളരെ സൂപ്പറാണ്. പക്ഷെ നല്ല വളവും തിരിവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു കെയർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അപ്പം നമ്മളിത് ആ സ്പോട്ടിലേക്ക് എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് ആ വീടിൻ്റെയൊക്കെ സെറ്റപ്പ് അല്ലേ, മലയുടെ മുകളിലൊക്കെ കാണുന്ന വീട് ഒരു രക്ഷയില്ല. പക്ഷേ ക്യാമറയിൽ അത് അത്രമാത്രം വിസിബിൾ ആവുന്നില്ല. എന്തായാലും ഭാവിയിൽ നമ്മൾ നല്ല സൂമിങ് ക്യാമറ എടുത്തിട്ട് സെറ്റാക്കാം. അപ്പം നമ്മളിത് ഓൾമോസ്റ്റും ആ ഏരിയ എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള ചോക്ലേറ്റിൻ്റെ ഔട്ട്ലെറ്റ് ഷോപ്പുകൾ കാണാൻ പറ്റും. അതെല്ലാം നല്ല ഹാൻഡ് മെയ്ഡാണോ ഫേക്കാണോന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഒത്തിരി ടീൻ്റെ കടകളും കാണാൻ പറ്റും, ടീ പൗഡറിൻ്റെ. അപ്പം നമ്മളിപ്പോൾ അതിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ റിസോർട്ടിലേക്കാണ് നമ്മൾ തിരിയാൻ പോകുന്നത്. അതൊരു അടിപൊളി റൂട്ടാണ്. നമ്മൾ ഒരു തേയിലത്തോട്ടത്തിലൂടെയാണ് നമ്മൾ റിസോർട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി, നേരെ പോകുന്നത് മൂന്നാറിലേക്കാണ് പൊങ്ങി പോകുന്നത്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ആക്ച്വലി നല്ല കോടയൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ നല്ല പൊളിയായിരിക്കും. പക്ഷേ നമ്മൾ വന്ന സമയത്ത് കോട ഇത്തിരി കുറവായിരുന്നു. കുറവല്ല, ഒട്ടും ഉണ്ടായില്ലായിരുന്നു. കാരണം എത്തിയപ്പോൾ വൈകുന്നേരം 3 മണിയൊക്കെ കോട കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ വരണം. അപ്പോൾ ഇവിടെ ഇതൊരു പണി തീരാത്ത ഒരു ബിൽഡിങ് റിസോർട്ടായിരിക്കാം ഭാവിയിൽ, കണ്ടറിയാം. എന്തായാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഇവിടെ ചില ഭാഗത്ത് തണുപ്പുണ്ട്, ചില ഭാഗത്ത് തണുപ്പില്ല. ഈ ക്ലൈമറ്റ് പല സ്ഥലത്തും പല രീതിയിലാണ്. അതാണ് ഈ ഭാഗത്ത് ഇത്തിരി ചൂടായിരുന്നു. പക്ഷെ കുറച്ച് നമ്മൾ ആ റിസോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നല്ല രീതിയിലുള്ള തണുപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടേക്കുള്ള വഴി കണ്ടാൽ നമുക്ക് തോന്നുന്നില്ല റിസോർട്ടിലുള്ള വഴിയാണെന്നുള്ളൂ. ഒരു വെറൈറ്റി റൂട്ടാണ് ആ വഴി വരുന്നത്. അപ്പം നമ്മളിത് ആ ഭാഗത്ത് എത്താറുണ്ട്. ഇതാണ് ആ റിസോർട്ടിലേക്കുള്ള വഴി. കണ്ടോ, ഇവിടെ നിന്നാണ് നേരെ കയറി പോവുക. കാറും മറ്റേ ടെമ്പോ ഒക്കെ പോകുന്ന റോഡ് തന്നെയാണ്. അത്യാവശ്യം വീതിയുണ്ട്, പക്ഷേ ഒറ്റ വണ്ടിക്കേ പോകാൻ പറ്റത്തുള്ളൂ ഒരു ടൈം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കാണുന്ന നല്ല അടിപൊളി തേയിലത്തോട്ടമാണ്, ഒരു രക്ഷയില്ല, നല്ല രസമാണ്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ആ മലയുടെ മുകളിൽ കൂടി റോഡ് പോകുന്നുണ്ട്, പക്ഷേ നമ്മുടെ ക്യാമറ അത് വിസിബിൾ ആവുന്നില്ല. എന്നാലും നമ്മുടെ നേർക്കണ്ടുകൊണ്ട് കാണാൻ പറ്റും, പക്ഷേ ക്യാമറ കണ്ടത് കിട്ടുന്നില്ല. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി റിസോർട്ട്, നല്ല സൈലൻ്റ് ഏരിയ, യാതൊരു ട്രാഫിക് ഇഷ്യൂവും ഇല്ല. നമുക്ക് ഫാമിലിയായിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഏരിയ ഉണ്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കണ്ടോ, ഒരു ഡിസ്റ്റർബൻസോ ഒന്നുമില്ലാത്തൊരു നല്ല അടിപൊളി ഏരിയ. ഈ സ്ഥലം വരുന്നത് ചിത്രപുരമാണ്. മൂന്നാർ ഇവിടെ നിന്ന് ഏകദേശം 10-9 കിലോമീറ്ററോളം ദൂരം കൂടെ ഉണ്ട് ടൗണിലേക്ക്. അപ്പം നമ്മളിത് തേയിലത്തോട്ടം കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. ആക്ച്വലി നമുക്കൊരു 360 ഡിഗ്രി ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനായിരുന്നു, മൊത്തം കിട്ടാനായിരുന്നു. കാരണം നമ്മുടെ ക്യാമറക്ക് ഒരു പരിധിയുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആ നേരെ കാണുന്നുണ്ട് ആ റിസോർട്ട്. ആക്ച്വലി ഇവിടുത്തെ മെയിൻ നമുക്ക് കിളികളുടെ ബീച്ചൊക്കെ കണ്ടൊരു രക്ഷയില്ല. വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പം നമുക്ക് അവിടെ അത്തേക്ക് വരുമ്പോഴത്തേക്ക് ആ ബീച്ചൊക്കെ കേട്ടോ, ഒരു രക്ഷയില്ല, പൊളിയാണ്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയാണ്. ആ റിസോർട്ടുണ്ട്, 1, 2, 3 റിസോർട്ടുണ്ട്. ഓണത്തിന് വർക്ക് നടക്കുകയാണ്. ആക്ച്വലി ഇപ്പോൾ കംപ്ലീറ്റ് വേണം. അപ്പം നമുക്ക് അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം.
ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത് മൂന്നാർ താമസിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് തേയിലത്തോടെ നടുക്കുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ആ ബിൽഡിംഗ്. 3,500 റേറ്റ് പറയുന്നത്. സീസൺ ടൈം ആകുമ്പോൾ റേറ്റ് മാറുവേ. എന്തായാലും വെറൈറ്റി ആയിരുന്നു കേട്ടോ ഈ കാണുന്നത്. തേയിലത്തോടെ നടുക്കായിട്ട് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതവിടെ വേറൊരു ഹോം സ്റ്റേ കാണുന്നുണ്ട്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ വേറെ ഒന്നുകൂടി കാണുന്നുണ്ട്. എന്തായാലും ഇങ്ങോട്ട് തന്നെ റൂട്ട് അടിപൊളി തന്നെയാണ്, ഈ ഒരു രക്ഷയില്ല. ഇവിടുത്തെ കിളിയുടെ ബീജം ഒരു രക്ഷയില്ല മച്ചാന്മാരെ, വേറെ ലെവല് തന്നെ. ഇവിടുത്തെ ഏറ്റവും പറയുന്ന പറഞ്ഞാൽ കിളികളുടെ ബീജം തന്നെയാണ്, വേറെ ലെവൽ തന്നെ. പിന്നെ ഇതിനകത്ത് അറിഞ്ഞിട്ടില്ല തരുന്നു. ഇവിടെ നമുക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ആ കിളികളുടെ ബീജം, പിന്നെ ആ മലയുടെ മുകളിൽ പോകുന്ന റോഡുമാണ്. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത് അത്രയ്ക്ക് ക്ലിയർ ആവുന്നില്ല. ഒരു സൂമിങ് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടാനായിരുന്നു. എന്തായാലും ഈ റൂട്ടും കൊള്ള അത്യാവശ്യം ഒരു ടെമ്പോ ട്രാവലറിനുള്ള വീതി ഉണ്ട് കേട്ടോ. പക്ഷേ ഒറ്റ ടൈമിൽ ഒറ്റ വണ്ടി പോകത്തുള്ളൂ. രണ്ട് സൈഡിലും തേയിലത്തോട്ടമാണ്. അതൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഇനി കോട വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ കംപ്ലീറ്റ്ലി കവർ ആകാൻ ചാൻസും ഉണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം. ആക്ച്വലി നമ്മൾ റിസോർട്ടിൽ താമസിച്ചില്ല, എന്തായാലും നമ്മൾ ഒരു ദിവസം താമസിച്ച് അതിനുള്ള വീട് ചെയ്യാൻ നോക്കാം. ആ മലയുടെ വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, എന്ത് രസം കാണാനായിട്ട്, നല്ല അടിപൊളി. ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ട്രാഫിക് ഇഷ്യൂയോ ഡിസ്റ്റർബൻസോ യാതൊന്നുമില്ല. ഇത്തിരി ടൗണിൽ നിന്ന് ഇത്തിരി മാറിയിട്ടുള്ള ഒരു റിസോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്തായാലും ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബോറിംഗ് ഒന്നും തോന്നത്തില്ല. ഫാമിലിയായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. കണ്ട ഒരു ഡിസ്റ്റർബൻസ് യാതൊരു ഒന്നുമില്ലാത്തൊരു, പക്ഷെ കട്ടകൾ ഈ ഭാഗത്ത് കുറച്ച് നീണ്ടാണ്, അത് മാത്രമേ എനിക്ക് ഇതൊരു ഡിസ്റ്റർബൻസ് തോന്നിയുള്ളൂ. പക്ഷെ എന്തായാലും നമ്മൾ വരുമ്പം മേടിച്ചോണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഫുഡൊക്കെ മേടിച്ചോണ്ട് വരിക. ഞാൻ റിസോർട്ടിൽ ഫുഡ് കൊടുക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. എൻട്രൻസ് തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ഒരു സാധാരണ ഒരു വഴി തന്നെയാണ് ഇതിലൂടെ പോകുന്നത്. എന്തായാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ മെയിനായിട്ട് കിളികളുടെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡൊക്കെ അങ്ങനെ ശരിക്കും ബ്ലോ ചെയ്യും, വേറെ ലെവൽ തന്നെ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ട് പോകാം. അപ്പം നമ്മൾ അടുത്ത ടാർഗറ്റ് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ അപേക്ഷിക്കുന്നു. ആണ്ടില്ല അടിയിൽ വന്ന് ഞാൻ നിന്നെ നോക്കി ബേസ്മെന്റിൽ നിന്ന് കയറിയപ്പോൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഒരു കിടിലൻ പൂ കണ്ടായിരുന്നു. ആക്ച്വലി എന്താ പൂന്ന് എനിക്ക് അറിയത്തില്ല, എന്തായാലും കാണാൻ നല്ല അടിപൊളി ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമുക്ക് ലക്ഷ്മീസിലെ കിടിലൻ കാഴ്ച കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. പിന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.